ഒളിമ്പ്യൻ ഷൈനി വിൽസൺ ജോലിയിൽ നിന്ന് വിരമിക്കുന്നു. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെന്നൈ ഓഫീസിൽ നിന്ന് ജനറൽ മാനേജറായാണ് പടിയിറക്കം. സഹപ്രവർത്തകർക്ക് നന്ദി പറഞ്ഞ ഷൈനി വിൽസൺ വിരമിക്കലിന് ശേഷം കേരളത്തിൽ താമസിക്കണമെന്നും ആഗ്രഹം പ്രകടിപ്പിച്ചു. ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ അഭിമാനമായ എക്കാലവും നമ്മളതിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ, ഒളിമ്പിക്സിൻ്റെ ചരിത്രമായാലും ഇങ്ങോട്ടുള്ള രാജ്യാന്തര മത്സരങ്ങളൊക്കെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആദ്യ പേരുകാരിൽ ഒരാളാണ് എനിക്കിപ്പോൾ ഇപ്പോൾ ഉള്ളത്. തൻ്റെ ഔദ്യോഗിക ജീവിതം അത് അവസാനിപ്പിച്ച് സ്വകാര്യ ജീവിതത്തിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു പോവുകയാണ് നമ്മുടെ ഷൈനി വിൽസൺ മാം. മാം എപ്പോഴും ഒരു അഭിമാനമാണ്. നമ്മളൊരു ചെറിയ ക്ലാസ് മുതലൊക്കെ തന്നെ ഇങ്ങനെ സ്പോർട്സിൻ്റെ ഫീൽഡിൽ നോക്കുമ്പോൾ ഏറ്റവും അധികം മുഴങ്ങിക്കേട്ടിരുന്ന ഒരാൾ. ഒപ്പം തന്നെ ഔദ്യോഗിക ജീവിതത്തിലെ അവസാന ദിവസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഏത് തരത്തിലാണ് ഇവിടുത്തെ ഒരു ജോലിയെ സമ്മപ്പ് ചെയ്യുന്നത്? എനിക്ക് സന്തോഷമുണ്ട്. എഫ് സിയിൽ 41 വർഷവും 3 മാസവും ജോലി ചെയ്തതിൽ. ഇവിടെ എഫ് സിയിൽ എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ജോലി ഇത്രയും വർഷവും എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. ഞാൻ എഫ് സിയോട് നന്ദി പറയുന്നു. എഫ് സി എന്നാ പറയുന്നത്, നമുക്ക് നല്ലൊരു ജോലി എഫ് സിയിൽ കിട്ടി. ഞാനിപ്പോൾ എഫ് സിയിലെ ജനറൽ മാനേജറാണ്. അതൊരു സാധാരണ ഒരു IAS ഓഫീസേഴ്സിന് കിട്ടുന്ന നമ്മൾ സ്പോർട്സുകാരാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു പോസ്റ്റ് കിട്ടുന്നത് ഞാൻ വളരെ സന്തോഷവതിയാണ്. അത് സ്വാഭാവികമായിട്ട് ഈ സ്പോർട്സ് ഫീൽഡിൽ നിന്ന് വരുമ്പോൾ ഇത്ര മാത്രം ഒരു ജോലിയിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുമെന്നോ? ഒരു 40 ഇയേഴ്സ് ആയല്ലോ, 40 ഇയേഴ്സിന് 41 ഇയേഴ്സ് ആയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ടൈമിലുള്ള ചാലഞ്ചിങ് ആസ് എ സ്പോർട്സ് പേഴ്സൺ ഇവരൊക്കെ എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്തത്? ഏത് രീതിയിലാണ് മുന്നോട്ട് പോയത്? എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ ആരും അങ്ങനെ എന്നെ സീനിയേഴ്സൊക്കെ ഒത്തിരി മലയാളീസ് ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ എന്ത് കാര്യങ്ങളായാലും എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ഇപ്പോഴായാലും എല്ലാ കാര്യങ്ങളും എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ആളുണ്ട്. അപ്പോൾ ഇനിയൊരു വ്യക്തി ജീവിതം, സ്വകാര്യ ജീവിതം എന്നുള്ളൊരു ഫാക്ടറിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടുള്ള ചോദ്യം എന്ന് വെച്ചാൽ, ചെന്നൈയിൽ തുടരുമോ അതോ നാട്ടിലേക്കൊക്കെ മടങ്ങാനുള്ള ചാൻസ് ഉണ്ടോ? നമുക്ക് ചെന്നൈയിൽ ഇവിടെ വീടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ എറണാകുളത്ത് വല്ലതും പോയി സെറ്റിലാണെന്നാണ് മനസ്സിലായി. കാരണം നമ്മുടെ ബന്ധുക്കാരും എല്ലാവരും അവിടെയാണല്ലോ, നാട്ടിലാണല്ലോ. പക്ഷേ ഇവിടെയാണ് എനിക്ക് സ്പോർട്സിൻ്റെ കാര്യങ്ങൾ. ഇവിടെ തമിഴ്നാട് അത്ലറ്റിക് അസോസിയേഷൻ വൈസ് പ്രസിഡൻ്റാണ്. അങ്ങനെ ഈവൻ തമിഴ്നാട് ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും ഈ അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നെ വിളിക്കാറുണ്ട്. അപ്പം എങ്ങനെയാണെന്ന് ഇതുവരെ, കാരണം നാട്ടിൽ പോയി നിൽക്കണം എന്നാണ് നമുക്ക് ഫുൾ ആഗ്രഹം. പക്ഷേ ഇവിടെ നമുക്ക് അതുപോലെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ട്രാക്കിലെ വേഗൽക്കാരി മിന്നൽ പിണറാണെങ്കിൽ അവിടെ അത് പിന്നെ വെള്ളത്തിലെ ഒരു മീനാണ്. അപ്പോൾ അത്തരത്തിൽ വിൽസൺ സാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴും ഒരു പാർട്ട് ആൻഡ് പാർസലായിട്ട് ഒപ്പം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ എന്താണ് പാർട്ട്ണർ നൽകാനുള്ളൊരു ആശംസ ഒക്കെ? അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാരണം ഇക്കാലം പഴയ പോലെയല്ല. ഈ സമയത്ത് 41 വർഷം മെച്ചം ജോലി ചെയ്ത് വലിയ അച്ചീവ്മെൻറ്റാണ്. അതും ഒരു പരിക്കും ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതൊരു വലിയ അച്ചീവ്മെൻറ്റാണ്. വളരെ സന്തോഷമുണ്ട്. 84 അപ്പോയിൻറ്റ് ചെയ്തു. ഷൈനിയെ 81 തൊട്ട് അറിയാൻ ഞങ്ങൾ ഏഷ്യൻ ഗെയിംസിൻ്റെ ക്യാമ്പ് മുതലുണ്ട്. 84 മുതലാണ് കൂടുതലെടുത്തത്. ഏതായാലും നന്നായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് സന്തോഷത്തോടെ ഇറങ്ങാൻ പറ്റി. അതിന് എനിക്ക് പറയാനുള്ള ഷൈനിയുടെ സത്യസന്ധതയും ആത്മാർത്ഥതയാണ്. ഇനി വരുന്ന യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ആ സത്യസന്ധതയും, സ്പോർട്സുകാർ പ്രത്യേകിച്ച് ആ സത്യസന്ധതയും ആത്മാർത്ഥതയും കാണിക്കണം അവരവരുടെ ജോലിയോട്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഉപദേശമാണ് നൽകാനുള്ളത്. നമുക്കിവിടെ ഒരുപാട് പേരെ കാണാം. ഇവരൊക്കെയും ആശംസ അറിയിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും ഇവർക്ക് ഇവിടെയുള്ളൊരു സ്ഥാനം, ആ ഒരു സ്നേഹമൊക്കെയും എന്തായാലും പറയാൻ പറ്റും. അപ്പോൾ ഇന്ത്യയുടെ അഭിമാനമായി മാറി നമ്മുടെ ഒളിമ്പിക് പതാക ആദ്യമായിട്ട് വഹിച്ച ഒരു വനിതയാണ്, ഇന്ത്യൻ വനിതയാണ്. അപ്പോൾ അത്തരത്തിൽ അതിലും അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ ഇതാ ജോലിയിൽ നിന്ന് റിട്ടയർ ആവുകയാണ്. എല്ലാവിധ ആശംസകളും 24 നേരുകയാണ്. ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശപട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ.